സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഉപകരണ പ്രതിസന്ധിയിൽ സർക്കാർ ഇടപെടൽ. കുടിശ്ശിക തീർക്കാൻ KMSCL ധനവകുപ്പ് 50 കോടി രൂപ അനുവദിച്ചു. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഉപകരണക്ഷാമം തുടരുന്നു. ഇതിലെന്തായാലും ഈ പ്രതിസന്ധിയിൽ സർക്കാർ ഇപ്പോൾ ഇടപെടൽ നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങിക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധി ആരോഗ്യവകുപ്പ് നേരിട്ടിട്ടുണ്ടായിരുന്നു. അതിലാണിപ്പോൾ ധനവകുപ്പ് ഒരു പ്രതിവിധി കണ്ടെത്തിയിരിക്കുന്നത്. ഉപകരണക്ഷാമത്തിൽ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് 150 കോടി രൂപയാണ് ധനവകുപ്പ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഉപകരണക്ഷാമത്തെ തുടർന്ന് മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയകൾ നടക്കാതിരിക്കുകയാണ് എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അടിയന്തര ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ ഉപകരണക്ഷാമത്തെ തുടർന്ന് ഈ ഉണ്ടായ വലിയ പ്രതിസന്ധികളിൽ ഇന്നിപ്പോൾ സഭയിൽ ചർച്ച നടക്കുകയൊക്കെയാണ്. അതിനിടയിലാണ് ഈ പണം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് 4 ദിവസത്തേക്കുള്ള ഉപകരണങ്ങൾ മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. കോഴിക്കോട് ആൻജിയോഗ്രാമിനുള്ള ഉപകരണങ്ങൾ ഉയർന്ന വില നൽകി പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥ വാർത്തയായിട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എറണാകുളത്താണെങ്കിൽ ജനറൽ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഗൈഡ് വയറുകൾ അത് ലഭിക്കാനില്ല. അതിന് വലിയ ക്ഷാമമാണ് നേരിടുന്നത്. 21 സർക്കാർ ആശുപത്രികളായി 158 കോടിയാണ് ഉപകരണ വിതരണക്കാർക്ക് നിലവിൽ സർക്കാർ നൽകാനുള്ളത്. ഉപകരണ വിതരണക്കാർ വലിയ പ്രതിഷേധത്തിലായിരുന്നു, അവർ സമരത്തിലായിരുന്നു. പക്ഷേ ഈ തുക അനുവദിച്ചതിന് ശേഷവും സമരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നൽകാനുള്ള തുക നൽകിക്കഴിഞ്ഞാൽ മാത്രമേ അവർ ഈ സമരം അവസാനിപ്പിക്കൂ എന്ന് പറയുന്നു. കഴിഞ്ഞ വർഷം മുതലുള്ള തുക അവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ലഭിക്കുന്നത് വരെ എന്നുള്ള കാര്യമാണ് വിതരണക്കാർ വ്യക്തമാക്കുന്നത്. ഈ കോടികൾ കുടിശ്ശികയായതോടെയാണ് സെപ്റ്റംബർ 1 മുതൽ ഉപകരണ വിതരണം നിർത്തിവെച്ചത്. അതുകൊണ്ടാണ് ആ പൈസ കിട്ടിയാൽ മാത്രമേ ഇനി അത് വിതരണം ചെയ്യൂ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ. എന്തായാലും താൽക്കാലിക ആശ്വാസം എന്നോണമാണ് ഇപ്പോൾ 150 കോടി രൂപ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ശരി സൂര്യ, വ്യക്തമാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഉപകരണ പ്രതിസന്ധിയിൽ സർക്കാർ ഇടപെടൽ. കുടിശ്ശിക തീർക്കാൻ KMSCL ധനവകുപ്പ് 50 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നൊരു വിവരമാണ് നിലവിലിപ്പോൾ സൂര്യഗായത്രി പങ്കുവച്ചത്.